ഇപ്പൊ നിസ്കാരത്തിൽ കുറവ് വന്നതിന് ഉദാഹരണമുണ്ട് പ്രവാചകന്റെ കാലത്ത്. അതേപോലെ തന്നെ നിസ്കാരത്തിൽ വർധനവുണ്ടായതിനും പ്രവാചകന്റെ കാലത്ത് തെളിവുണ്ട്. അതുപോലെ തന്നെ ഏറിയോ കുറഞ്ഞോ എന്നിങ്ങനെ സംശയം തോന്നിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ അത്തഹിയ്യാത്തിന് ഇരിക്കാതെ എഴുന്നേറ്റതിന്റെ പേരിൽ സുജൂദ് ചെയ്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായി നിസ്കാരത്തിൽ കുറവ് വന്ന് അതിനൊരു ഉദാഹരണമാണ് عن ابن سيرين عن أبي هريرة رضي الله تعالى عنه قال صلى بنا رسول الله صلى الله عليه وسلم إحدى صلاتي العشي فصلى ركعتين ثم سلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി തിരുമേനി ഞങ്ങളെയും കൊണ്ട് ഒരു നമസ്കാരം നിർവഹിച്ചു. ഏതോ ഒരു നിസ്കാരം, അത് ളുഹ്റാണെന്നും അതല്ല അസറാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും അതിവിടെ വിഷയവുമായിട്ട് ബന്ധമല്ല. ഒരു കാര്യം ഉറപ്പാണ്, 4 റക്അത്തുള്ള ഏതോ ഒരു നിസ്കാരമാണ്. അങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കേണ്ടുന്ന ഏതോ ഒരു നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലാ റക്അത്തൈനി സുമ്മ സല്ലമ, 2 റക്അത്താണ്ടായപ്പോഴേക്ക് തന്നെ അവിടുന്ന് സലാം വീട്ടി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. എന്നിട്ട് നബി ഫഖാമ ഇലാ ഖശബത്തിൻ മഅറൂദത്തിൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ചാരി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പ്രത്യേകമായി സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു മരക്കഷ്ണം, ഒരു മരം, ഒരു പലക, അതിന്മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ചാരി നിന്നു. ഫത്തക അലൈഹാ കഅന്നഹു ഗദ്ബാൻ, നബി എന്തോ ദേഷ്യം പിടിച്ച മട്ടുണ്ട്. നബിയുടെ അപ്പോഴത്തെ ആ സ്വഭാവം കണ്ടാൽ എന്തോ ഒരു പ്രത്യേകമായ ഒരു പന്തികേട് അതിൽ ദൃശ്യമായിരുന്നു. വവദഅ യദഹു യുംന അലൽ യുസ്റ, തന്റെ ഇടത്തെ കൈയിന്മേൽ വലത്തെ കൈ ഇങ്ങനെ വെച്ച് ആ മരത്തിൽ ചാരി നിൽക്കുകയാണ്. വശബ്ബക ബൈന അസാബിഹി, വിരലൊക്കെ ഇങ്ങനെ പിടിച്ച്. വവദഅ ഖദ്ദഹുൽ ഐമൻ അലാ ളഹരി കഫിഹി യുസ്റ, തന്റെ വലത്തെ കവിൾ ഇടത്തെ കൈപ്പത്തിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ നൃത്തം ഒരു പ്രത്യേകമായ രൂപത്തിൽ എന്തോന്ന് സംഭവിച്ചതുപോലെയാണ്. സ്വഹാബത്ത് ഇങ്ങനെ വിശദീകരിക്കുന്നത് അവരാ കണ്ടത് കൃത്യമായിട്ട് പറയണം. ഒരു സംശയത്തിനും പഴുതില്ലാത്ത വിധം അവിടെ നടന്നത് മുഴുക്കെ വിശദീകരിക്കുക. അങ്ങനെ നബി പെട്ടെന്ന് പിന്നെ പോകാൻ വേണ്ടിയുള്ള ഒരുക്കാണ്. അപ്പോ ഫഖാലു, സ്വഹാബത്തിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു, ഖുസിറത്തി സ്വലാ, നിസ്കാരം ചുരുക്കപ്പെട്ടുവോ? അപ്പോ അഫീൽ ഖൗമി, മഅ്മൂമീങ്ങളിലുണ്ട് അബൂബക്കറുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുമാ, അവർ രണ്ടാളുണ്ട്. ഫഹാബാ അൻ യുകല്ലിമാഹു, നബിയോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ അവർക്ക് പേടിയായി. മറന്നിട്ടുണ്ട്, 2 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷെ ആരാരും പറയണം എന്നുള്ള കാര്യത്തിൽ പേടി. നബിനോട് എങ്ങനെ അത് പറയാ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ഭയം. അങ്ങനെ ഇതിങ്ങനെ ആരാപ്പതൊന്ന് പറയാതെ പേടിച്ച് നിൽക്കുമ്പോ വഫീൽ ഖൗമി റജുലുൻ യുഖാലു ലഹു ദുൽയദൈൻ, ദുൽയദൈൻ എന്ന പ്രത്യേക പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. അദ്ദേഹം ഇത്തിരി ധൈര്യം സംഭവിച്ചുകൊണ്ട് തന്നെ ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അനസീത അം ഖുസിറത്തി സ്വലാ, അല്ലാഹുവിന്റെ റസൂലേ, അനസീത, നിങ്ങൾ മറന്നതാണോ? അതെല്ലാം ഖുസിറത്തി സ്വലാത്തു, അതോ നിസ്കാരം ചുരുക്കപ്പെട്ടുവോ? 4 നിസ്കാരം നിങ്ങൾ മറന്നതോ, അതോ ഇപ്പൊ നിങ്ങൾക്ക് വഹി കിട്ടിയിട്ട് 2 മതി എന്നുള്ള വഹി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ചുരുക്കിയതോ? എന്താ സംഭവം? ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം അൻസാ വലം തുഖ്സർ, ഞാൻ മറന്നിട്ടുമില്ല, നിസ്കാരം ചുരുക്കപ്പെട്ടിട്ടുമില്ല. നബിക്ക് അപ്പോഴും ഓർമ്മയൊന്നുമില്ല, ഞാൻ മറന്നിട്ടുമില്ല, നിസ്കാരം ചുരുക്കിയിട്ടുമില്ല, ശരിക്കെന്നാണല്ലോ നിസ്കരിച്ചതെന്നാണ്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നു, നബിക്കപ്പ സംശയം തുടങ്ങി. അകമാ യഖൂലു ദുൽയദൈൻ, മറ്റുള്ള സ്വഹാബത്തിനെ തിരിഞ്ഞുകൊണ്ട് റസൂൽ ചോദിക്കുന്നു, അകമാ യഖൂലു ദുൽയദൈൻ, ദുൽയദൈൻ പറഞ്ഞതുപോലെ വല്ലതും സംഭവിച്ചോ എന്ന് നബിക്കപ്പ സംശയം. അപ്പൊ ഫഖാലു, എല്ലാവർക്കും ധൈര്യം, എല്ലാരും പറഞ്ഞു, നാം നബിയെ സംഭവിച്ചിട്ടുണ്ട്. അതുവരെ ധൈര്യമില്ലാത്ത ആളൊക്കെ ഒരാൾ തുടങ്ങിച്ചോ പറഞ്ഞു, ആ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫതഖദ്ദമ, ഇങ്ങോട്ട് മുന്നോട്ട് വന്നു, തന്റെ മിഹ്റാബിലേക്ക് മുന്നോട്ട്. ഫസല്ലാ മാ തറക, എന്നിട്ട് ഒഴിവായി പോയ, ഉപേക്ഷിച്ചു പോയ 2 റക്അത്തുണ്ടല്ലോ, അത് നിസ്കരിച്ചു. സുമ്മ സല്ലമ, എന്നിട്ട് സലാം വീട്ടി പിരിച്ചു. സുമ്മ കബ്ബറ, സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം സുമ്മ കബ്ബറ, അവിടുന്ന് തക്ബീർ ചൊല്ലി. വസജദ മിസ്ല സുജൂദിഹി ഔ അത്വല, സാധാരണ ചെയ്യാറുള്ള ഒരു സുജൂദ് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ദൈർഘ്യമേറിയ ഒരു സുജൂദ് അവിടുന്ന് ചെയ്തു. സുമ്മ റഫഅ റഅസഹു വകബ്ബറ, പിന്നെ തക്ബീർ ചൊല്ലിക്കൊണ്ട് ആ സുജൂദിൽ നിന്ന് ഉയർന്നു ഇരുന്നു. സുമ്മ കബ്ബറ വസജദ മിസ്ല സുജൂദിഹി ഔ അത്വല, പിന്നെ ഈ നബി രണ്ടാമതും തക്ബീർ ചൊല്ലി സുജൂദിലേക്ക് പോയി.
സുമ്മ റഫഅ റഅസഹു വകബ്ബറ, പിന്നീട് റുകൂഇൽ നിന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ട് തന്നെ സലാം വീട്ടി. വറുബ്ബമാ സഅലുഹു സുമ്മ സല്ലമ, പിന്നീട് അവിടുന്ന് സലാം വീട്ടി. ഇതാണ് ഈ വിഷയത്തിൽ ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസ്. ഇവിടെ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ഇങ്ങനെ മറവി സംഭവിച്ചപ്പോ അവർക്കിടയിൽ വർത്താനൊക്കെ നടന്നു. 2 റക്അത്ത് കഴിഞ്ഞിട്ടാ ഈ സംസാരമൊക്കെ നടക്കുന്നത്. വർത്താനം പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. ഇത്തിരി സമയം കഴിഞ്ഞിട്ടുണ്ട്, പ്രശ്നമായില്ല. നബിക്ക് അതിന്റെ ഇടയിൽ വർത്താനൊക്കെ സംഭവിച്ചല്ലോ, മറ്റു കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞല്ലോ എന്ന നിലയ്ക്ക് ഇനി ആദ്യം തന്നെ നോക്കുക എന്ന് പറഞ്ഞില്ല. ബാക്കിയുള്ള 2 തന്നെ നിസ്കരിച്ചു. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടിയതിന്റെ ശേഷമാണ് സഹവിന്റെ 2 സുജൂദ് ചെയ്തത്. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും, സഹവിന്റെ സുജൂദ് നിസ്കാരത്തിന്റെ സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യണോ അതോ ശേഷം ചെയ്യണോ? അത് നമുക്ക് വിശദമായിട്ട് ശേഷം മനസ്സിലാക്കാറുണ്ട്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ നമുക്ക്. അപ്പൊ ഒരു സംഭവം അതാണ്. ഇങ്ങനെ നിസ്കാരത്തിൽ കുറവ് വന്നപ്പോ റസൂലുള്ള സുജൂദ് ചെയ്ത ഒരു സംഭവം അതാണ്. ഇനി നിസ്കാരത്തിൽ വർധനവ് വന്നപ്പോ റസൂലുള്ള സുജൂദ് ചെയ്ത മറ്റൊരു സംഭവം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആണ് ആ സംഭവം പറയുന്നത്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الظهر 5 فقيل له أزيد في الصلاة فقال وما ذلك فقالوا صليت 5 فسجد سجدتين بعدما سلم. ബുഖാരി മുസ്ലിം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ളുഹർ 5 റക്അത്ത് നമസ്കരിച്ചു. ളുഹർ 5 നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞപ്പോ നബി കരീം ചോദിക്കപ്പെട്ടു, അസീദ ഫി സ്വലാ, നിസ്കാരത്തിൽ എന്തേ വർദ്ധിപ്പിക്കപ്പെട്ടല്ലോ, 5 ആക്കിയോ, എന്താ സംഭവിച്ചത്? ഫഖാല, റസൂൽ ചോദിച്ചു, വമാ ദാലിക, എന്താ അങ്ങനെ ചോദിക്കാൻ, വല്ലതും സംഭവിച്ചോ? ഫഖാലു, അപ്പ സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, സല്ലൈത 5, നിങ്ങൾ 5 നിസ്കരിച്ചത്. ഫസജദ സജദതൈനി, അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സുജൂദ് ചെയ്തു. ബഅദമാ സല്ലമ, ആ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ സലാം ചൊല്ലിയതിന്റെ ശേഷമാണല്ലോ അവിടെ അത് ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സുജൂദ് ചെയ്തു. അപ്പൊ ആ സുജൂദ് നടക്കുന്നത് സലാമിന്റെ ശേഷമാണ്. അവിടെ പ്രത്യേക കാരണമുണ്ട്. കാരണം നബി സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷമാണല്ലോ പറയുന്നത്. അപ്പൊ പറഞ്ഞ ഉടനെ എന്ത് ചെയ്തു? 2 സുജൂദാണ് ചെയ്തു എന്നർത്ഥം. പിന്നെ വേറൊരു സംഭവം, സംശയിച്ചാൽ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സംശയം തോന്നിയാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? عن عبد الرحمن بن عوف قال سمعت رسول الله صلى الله عليه وسلم لم يدر 3 صلى أم 4 فليجعلها 3 ثم يسجد إذا فرغ من صلاته وهو جالس قبل أن يسلم سجدتين. ഈ ഹദീസ് അഹ്മദ്, ഇബ്നു മാജ, തിർമിദി ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു. എന്താ നബി പറഞ്ഞത്? ഇദാ ശക്ക അഹദുക്കും ഫീ സ്വലാത്തിഹി, നിങ്ങളിൽ ഒരുവൻ തന്റെ നമസ്കാരത്തിൽ സംശയാലുവായാൽ, സംശയം തോന്നി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ സംഭവിക്കണത്, ഫലം എതിരി അവൻ അറിയില്ല, വാഹിദത്തൻ സല്ലാ അം സിൻതൈനി, 1 റക്അത്താണോ ഇപ്പൊ കഴിഞ്ഞത് അതോ 2 കഴിഞ്ഞോ? ഇത് നമുക്കൊക്കെ തോന്നുന്നതാണ്. 2 നിസ്കരിച്ചു 1 നിസ്കരിച്ചു സംശയം. അപ്പൊ റസൂലുള്ള പറയാ, എന്നാൽ വാഹിദത്തൻ, 1 നിസ്കരിച്ചു എന്നാക്കട്ടെ എന്നാണ്. 1 2 എന്ന് വന്നാൽ പിന്നെ 1 ഉറപ്പാണല്ലോ, 2ന്റെ കാര്യത്തിലല്ലേ സംശയമുള്ളൂ. അപ്പൊ സംശയമുള്ളതാണ് ഒഴിവാക്കിയിട്ട് 1 മുതൽ ഉറപ്പിക്കാം. വഇദാലം യദ്രി സിൻതൈനി സല്ലാ അം സലാസൻ, ഇനി ഒരുത്തൻ അറിയില്ല 2ആണോ നിസ്കരിച്ചതോ 3 2 3 എന്ന് വന്നിങ്ങനെ മനസ്സിൽ കളിച്ചാൽ ഫൽയജഅൽഹാ സിൻതൈനി, 2 മേൽ ഉറപ്പിക്കട്ടെ. വഇദാലം യദ്രി സലാസൻ സല്ലാ അം 4 3 4 എന്നിങ്ങനെ സംശയം തോന്നിയാൽ ഫൽയജഅൽഹാ 3 ഉറപ്പിക്കട്ടെ. എന്നിട്ട് സുമ്മയസ്സു, അപ്പൊ ആ 3 അടിസ്ഥാനത്തിൽ എങ്ങനെ ഉറപ്പുള്ളതിന്മേൽ നിസ്കാരമാണ് പൂർത്തിയാക്കുക. നിസ്കാരം പൂർത്തിയാക്കിയിട്ട് നിസ്കാരത്തിൽ നിന്ന് അവന്റെ നിസ്കാരം അവസാനിച്ചു കഴിഞ്ഞാൽ യസ്ജുദു, അവൻ സുജൂദ് ചെയ്യട്ടെ. വഹുവ ജാലിസുൻ ഖബല അൻ യുസല്ലിമ സജദതൈനി, സലാം വീട്ടുന്നതിന്റെ മുമ്പ് തന്നെ സുജൂദ് ചെയ്യാം. അപ്പൊ ഈ ഹദീസിൽ നിങ്ങൾ കേട്ടുവത് സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് സുജൂദ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ 2 ഹദീസിലും സലാമിന് ശേഷം എന്നും മനസ്സിലാക്കി. ഇനി 4ാമത്തെ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്ത് ആദ്യത്തെ തശഹുദ് മറന്നാൽ എന്താണ് അതിന്റെ പരിഹാരം നിർദ്ദേശിച്ചു തന്നത്? ആദ്യത്തെ തശഹുദ് മറന്നാൽ
എഴുന്നേറ്റ് നമ്മൾ പരിപൂർണമായിട്ട് അങ്ങോട്ട് നൃത്തത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്തിയിട്ടില്ല, ഏതാണ്ട് ഇങ്ങനെ എഴുന്നേൽക്കാൻ ഒരുങ്ങിയിട്ടേ ഉള്ളൂവെങ്കിലോ അവിടെ തന്നെ ഇരുന്നാൽ മതി. ഇനി ഒരാൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്, അപ്പൊ ബാക്കിലുള്ള മോമുമീങ്ങളൊക്കെ പാടെ സുബ്ഹാനല്ലാഹ് എന്ന് വിളിച്ചു പറഞ്ഞു, എന്നാൽ ഇമാമ് തിരിച്ചു പോകരുത്. ആദ്യത്തെ തഹിയ്യാത്ത് പറഞ്ഞതിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ് എന്ന് വിളിച്ചു പറഞ്ഞാല് ഇമാമ് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകരുത്. അതല്ല എഴുന്നേൽക്കാൻ അങ്ങനെ ഒരുങ്ങിയുള്ളൂ എന്നാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ശേഷം 2 സുജൂദും ചെയ്യാം. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ അഹദുകും മിൻ റകഅതൈനി ഫലം യസ്തതിമ്മ ഖായിമൻ ഫൽയജ്ലിസ് വഇൻ ഇസ്തതമ്മ ഖായിമൻ ഫലാ യജ്ലിസ് വസജദ സജദതൈ സഹ്വി. ഇദാ ഖാമ അഹദുകും, നിങ്ങളിൽ ഒരാൾ എഴുന്നേറ്റാൽ മിൻ റകഅതൈനി, രണ്ടാമത്തെ റകഅത്തിൽ എഴുന്നേറ്റു. എന്നാൽ ഫലം 2 റകഅത്ത് കഴിഞ്ഞിട്ട് ഒരാൾ എഴുന്നേൽക്കാണ്, ഫലം യസ്തതിമ്മ ഖായിമൻ, നൃത്തം പൂർണ്ണമായിട്ടില്ലെങ്കിൽ ഫൽയജ്ലിസ്, അവൻ ഇരിക്കട്ടെ. വഇൻ ഇസ്തതമ്മ ഖായിമൻ, ഇനി നൃത്തം പൂർണ്ണമായി പോയി അപ്പോഴാ ഓർമ്മ വന്നത്, എന്നാ ഫലാ യജ്ലിസ്, നൃത്തത്തിലേക്ക് അല്ലെങ്കിൽ ഇരുത്തത്തിലേക്ക് മടങ്ങരുത്, അവൻ ഇരിക്കരുത്. പകരം വസജദ സജദൈസ് അസ്സഹു, സഹവിന്റെ 2 സുജൂദ് ചെയ്യാം. അത് ഈ സുജൂദ് നബി ചെയ്തത് സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ബുഹൈന റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വല്ല ഫഖാമ ഫി റകഅതൈനി ഫസബ്ബഹു ബിഹി ഫമളാ ഫലമ്മാ ഫറഗ മിൻ സ്വലാത്തിഹി സജദ സജദതൈനി സുമ്മ സല്ലമ. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ നിവേദനം ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിച്ചപ്പോ 2 റകഅത്തിന്റെ സമയം അത്തഹിയ്യാത്തിൽ ഇരിക്കാതെ അങ്ങോട്ട് എഴുന്നേറ്റു. ഫസബ്ബഹു ബിഹി, ബാക്കിലുണ്ടായിരുന്ന സ്വഹാബത്ത് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. തെറ്റിയപ്പോ സുബ്ഹാനല്ലാഹ് പറഞ്ഞു. ഫമളാ, നബി അങ്ങനെ തന്നെ തുടർന്നു. ഫലമ്മാ ഫറഗ മിൻ സ്വലാത്തിഹി, നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്ന അവസരത്തിൽ സജദ സജദതൈനി, 2 സുജൂദ് ചെയ്തു സഹവിന്റേതായി. സുമ്മ സല്ലമ, പിന്നീട് അവിടുന്ന് സലാം വെച്ചു. അപ്പൊ നിങ്ങൾ കേട്ട 2 ഹദീസില് സലാമിന്റെ ശേഷമാണ് സുജൂദ് ചെയ്തത്. ഈ കേട്ട 2 അവസാനം പറഞ്ഞ 2 ഹദീസില് സലാമിന്റെ മുമ്പുമാണ് നിർവഹിക്കപ്പെട്ടത്. അപ്പൊ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മനസ്സിലായി. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് സഹവിന്റെ സുജൂദ് മുഴുക്കെ ചെയ്യേണ്ടത് സുജൂദ് സലാമിന്റെ മുമ്പാണ്. സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് ശാഫിഈ മദ്ഹബ് അനുസരിച്ച് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഹനഫി മദ്ഹബ് അനുസരിച്ച് എല്ലാം സലാം വീട്ടിയതിന്റെ ശേഷമാണ് ചെയ്യേണ്ടത്. 2 പരസ്പര വിരുദ്ധമാണ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് സഹവിന്റെ സുജൂദ് ഒക്കെ ചെയ്യേണ്ടത് സലാം വീട്ടിന്റെ ശേഷമാണ്. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് സലാമിന്റെ മുമ്പാണ് ചെയ്യേണ്ടത്. മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു, ഇവർക്കൊക്കെ വേറെ അഭിപ്രായമുള്ളത്. അദ്ദേഹം പറയുന്നത് ഇദാ കാനത്ത് സിയാദതൻ ഫി സ്വലാത്തി ഫബഅദ സലാം, നിസ്കാരത്തിൽ വല്ലതും ഏറ്റിയതാണ് കൂട്ടിയതാണെങ്കിൽ അതിന് സുജൂദ് ചെയ്യേണ്ടത് സലാമിന്റെ ശേഷം. വഇദാ കാന നുഖ്സാനം വല്ലതും കുറവ് വരുത്തിയതാണെങ്കിലോ അതിന് സലാം വീട്ടേണ്ടത് അതിന് സുജൂദ് ചെയ്യേണ്ടത് സലാമിന്റെ മുമ്പ്. ഇതാണ് മാലിക് ബിൻ അനസിന്റെ അഭിപ്രായം. ഇനി 4ാമത്തെ മദ്ഹബായ അഹ്മദ് ബിൻ ഹംബൽ, ഹംബലി വീക്ഷണ പ്രകാരം അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മറവി സംഭവിച്ചിട്ടുണ്ടല്ലോ പല ഘട്ടങ്ങളിലും. അവിടുന്ന് ഏതെല്ലാം കാര്യങ്ങളിൽ മറവി പറ്റിയപ്പോൾ സലാം വീട്ടിക്കൊണ്ട് സുജൂദ് ചെയ്തോ നമ്മളും അങ്ങനെ ചെയ്യാം. ഏതെല്ലാം കാര്യങ്ങളിൽ മറവി സംഭവിച്ചപ്പോൾ സലാമിന് മുമ്പായി സുജൂദ് ചെയ്തോ ആ കാര്യങ്ങളിലൊക്കെ നമ്മളും അങ്ങനെ ചെയ്യാം. ഇനി നബിക്ക് സംഭവിക്കാത്തൊരു മറവിയാണ് നമുക്ക് സംഭവിച്ചതെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ സലാമിന്റെ മുമ്പും സുജൂദ് ചെയ്യുക. ഈ വീക്ഷണമാണ് അദ്ദേഹത്തിനുള്ളത്. ഈ വീക്ഷണങ്ങളൊക്കെ പാടിങ്ങനെ 5-8 അഭിപ്രായങ്ങളുണ്ട് ഇപ്പൊ ഈ വിഷയത്തിൽ. ഇതൊക്കെ കൂടി ഇങ്ങനെ ആക്കി കുറുക്കിയിട്ട് ഷൗക്കാനി ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ നെയ്ലുൽ ഔത്താർ എന്ന പ്രസിദ്ധമായ ഒരു കിതാബ്. ആ കിതാബിൽ അദ്ദേഹം ഈ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതിന്റെ ശേഷം അവസാനം അദ്ദേഹം പറയണം, ഇതിൽ ഹദീസുമായി കൂടുതൽ യോജിക്കുന്ന അഭിപ്രായം ഹംബലി വീക്ഷണമാകുന്നു എന്ന് പറഞ്ഞാൽ നബി എവിടെയൊക്കെ എപ്പോ സുജൂദ് ചെയ്തോ അവിടെയൊക്കെ നമ്മളും അങ്ങനെ ചെയ്യാം. ഇല്ലാത്തതോ നബിയുടെ കാലത്ത് സംഭവിച്ചിട്ടില്ലാത്ത പ്രശ്നം നമുക്ക് വരികയാണെങ്കിലോ അവിടെ ഹംബലി വീക്ഷണ പ്രകാരം എല്ലാം സലാമിന്റെ മുമ്പാണ്. അതിന് എനിക്കൊരു തിരുത്തഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നബിയുടെ കാലത്ത് സംഭവിച്ചിട്ടില്ലാത്ത പ്രശ്നങ്ങളിലാണ് നമുക്ക് പ്രശ്നം വരുന്നതെങ്കിൽ 2 നിലക്കും നമുക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. മുമ്പ് വേണമെങ്കിലും ചെയ്യാം, ശേഷം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഈ ആകെപ്പാടുള്ള അഭിപ്രായങ്ങൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ അഭിപ്രായങ്ങളൊക്കെ
ഇമാം തുർമുദി അദ്ദേഹം ഈ ഹദീസുകളൊക്കെ നിവേദനം ചെയ്തിട്ട് അദ്ദേഹം ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തുർമുദിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ വിശദീകരണമായി തുഹ്ഫത്തുൽ അഹ്വദിയിൽ 2-ാം വാള്യം 406 മുതൽ 408 വരെയുള്ള പേജുകളിൽ ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ തുഹ്ഫത്തുൽ അഹ്വദി ഈ നൈലുൽ ഔതാറിൽ ഇങ്ങനെ ഇമാം ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് 2-ാം വാള്യം 409 പേജിലും ഈ വിഷയം സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ചില ആൾക്കാർ, ചില ഇമാമിയങ്ങള് സലാം വീട്ടി കഴിഞ്ഞതിന്റെ ശേഷം സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ബേജാറാവണ്ട. നമ്മൾ പറയുമ്പോൾ ഹേയ് ഇത് എന്ത് സലാമാപ്പത്, എന്ത് സുജൂദാപ്പത്, സഹ്വിന്റെ സുജൂദ് സലാം വീട്ടി കഴിഞ്ഞിട്ടോ, ഇതെന്ത് ഇസ്ലാമാ, ആരും ചോദിക്കാൻ പോണ്ട, അത് വിവരക്കേടായി പോകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, 2 സ്ഥലത്തും സുജൂദ് ചെയ്യാൻ പ്രവാചകന്റെ ചര്യയിൽ നമുക്ക് തെളിവുണ്ട്. അത് ഓരോന്നിനും അതിന്റേതായ സ്ഥാനങ്ങളിൽ അങ്ങനെ ചെയ്യുക. സഹ്വിന്റെ സുജൂദ് സലാമിന്റെ മുമ്പ് മാത്രമേ ചെയ്താൽ ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സുന്നത്തിന് വിരുദ്ധമാണ്. ഇനി അതേപോലെ തന്നെ സഹ്വിന്റെ സുജൂദ് സലാം വീട്ടി കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതും ഇസ്ലാമിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്പ്രദായത്തിന് വിരുദ്ധമാണ്. അപ്പൊ രണ്ടും ആവാം എന്നുള്ള അഭിപ്രായമാണ് അതിൽ പരിഗണനീയം. ഓരോ അവസരങ്ങളിലും പ്രവാചകന്റെ സുന്നത്തിൽ വന്നത് അതേപോലെ തന്നെ ചെയ്യുക. വരാത്ത വിഷയങ്ങളിൽ ശേഷവും ചെയ്യാം, അതേപോലെ തന്നെ മുമ്പും നിർവഹിക്കാം. ഈ അഭിപ്രായക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ നൈലുൽ ഔതാറിന്റെ മുസന്നിഫ്, അതിന്റെ രചയിതാവ് ഷൗക്കാനിയും അതേപോലെ തന്നെ തുഹ്ഫത്തുൽ അഹ്വദിയുടെ മുസന്നിഫായ അല്ലാമ മുബാറക് പൂരി ഈ അഭിപ്രായക്കാരാണ്. അപ്പൊ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, 2 നിലക്കും ആവാമെന്ന്. ഇനി നമ്മൾ അതിൽ മനസ്സിലാക്കാനുള്ളത്, ഇപ്പൊ സലാമിന്റെ ശേഷമാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തക്ബീർ ചൊല്ലി സുജൂദ് 1 ചെയ്ത് 2 ചെയ്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വേറെയും സലാം വീട്ടണം എന്നർത്ഥം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രത്യേകം പിന്നെ അത്തഹിയാത്ത് ചൊല്ലേണ്ടതില്ല, വേറെ തശഹ്ഹുദ് വേറെ അത്തഹിയാത്ത് അതിന് നിർവഹിക്കേണ്ടതില്ല. പിന്നെ മനസ്സിലാക്കാനുള്ള വേറൊന്ന്, ഈ സഹ്വിന്റെ സുജൂദിൽ എന്താണ് നമ്മൾ പ്രത്യേകമായി വല്ലതും ചൊല്ലാനുണ്ടോ എന്നാണ്. എന്താണ് ആ സുജൂദിൽ നമ്മൾ പറയേണ്ടത്? സാധാരണ നിസ്കാരത്തിന്റെ സുജൂദിൽ പറയുന്നത് തന്നെയാണ് ഇതിലും പറയേണ്ടത്. സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്നോ അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നോ പറയാം. എന്നാൽ നമ്മളൊക്കെ ചിലപ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും പണ്ടെങ്ങാനും സുബ്ഹാനമല്ല യനാമു വലാ യസ്ഹു എന്നാണ് പറയേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. എന്താണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്ന് ചിലപ്പോ നമുക്ക് സംശയം ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, ഒരു വഴീഫായ ഹദീസിൽ പോലും, ദുർബലമായ ഹദീസിൽ പോലും അങ്ങനെ ചൊല്ലണം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പരിശോധിച്ചറിഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തൽഖീസ് എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നത്, സഹ്വിന്റെ സുജൂദിൽ സാധാരണയായിട്ട് ജനങ്ങൾ ചൊല്ലി വരാറുള്ള സുബ്ഹാനമല്ലാ യസ്ഹു വലാ യനാമു അല്ലെങ്കിൽ സുബ്ഹാനമല്ലാ യനാമു വലാ യസ്ഹു എന്ന് പറയപ്പെടുന്ന ദിക്റിന് യാതൊരു അടിസ്ഥാനവും ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശർഹുൽ മുഹദ്ദബ് എന്ന കിതാബിൽ സഹ്വിന്റെ സുജൂദ് സാധാരണ നിസ്കാരത്തിന്റെ സുജൂദ് പോലെ തന്നെയാണ് രൂപത്തിലും പ്രാർത്ഥനയിലും എന്ന് പറയുന്നത്. രൂപം സാധാരണ സുജൂദ് പോലെ തന്നെ, അതിൽ പറയേണ്ടുന്ന ദിക്റും സാധാരണ സുജൂദ് പോലെ തന്നെ എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ഇത് ഇങ്ങനെ ചൊല്ലണം എന്ന് പറയുന്ന ആൾക്കാർ വരെ എന്തേ തെളിവ് പറയുന്നുള്ളൂ? ഖീലിയും ഖാലിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മഹല്ലി എന്ന കിതാബിൽ, ഫിഖ്ഹിന്റെ കിതാബിൽ ജലാലുദ്ദീനുൽ മഹല്ലി എഴുതിയിട്ടുള്ള, ആ പേരിൽ അറിയപ്പെടുന്ന മഹല്ലി എന്ന ഫിഖ്ഹിന്റെ കിതാബില്, അതുപോലെ തന്നെയുള്ള ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ ഖീല ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ചൊല്ലൽ നല്ലതാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യൽ നല്ലതാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയാതല്ലാതെ ഒരു ഹദീസ് അതിനാരും തെളിവായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോ സഹ്വിന്റെ സുജൂദിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാനും ദിക്ർ ചൊല്ലാനുമായി പ്രത്യേക പ്രാർത്ഥനകളോ ദിക്റുകളോ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സാധാരണ പോലെ തന്നെ അങ്ങനെ നിർവഹിച്ചാൽ മതി. അപ്പൊ അതാണ് ഈ സഹ്വിന്റെ സുജൂദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക്